ഭക്ഷണം കഴിക്കണ്ടേ? വാ. എന്താ രണ്ടുപേരും മുറ്റത്ത് തന്നെ നിൽക്കുന്നേ? ഇതാരാ വിഷ്ണുട്ടെ വിളിച്ചോണ്ടിരിക്കുന്നത്? അത് മാർക്കറ്റിൽ നിന്ന് കാശിന്റെ കാര്യത്തിനെ. ഇവനിതെന്താ പറ്റിയേ? അല്ല, അച്ഛനും മോനും തമ്മിൽ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള കാര്യം പറഞ്ഞോണ്ട് നിൽക്കായിരുന്നോ? ഞാൻ മുടക്കിയില്ലല്ലോ. ഞാൻ ഇവനോട് ചോദിക്കായിരുന്നു മോളെ, ഇവൻ ഏതെങ്കിലും നാടകത്തിൽ അഭിനയിച്ചൂടെയെന്ന്. ജീവിതത്തിൽ അഭിനയിച്ച് തീർക്കാൻ പറ്റുന്നില്ല, പിന്നല്ലേ നാടകത്തില്, അല്ലേ? എങ്കി വാ, ഭക്ഷണം കഴിക്കാം. അല്ല എടോ, നമുക്കേ പോണ വഴിക്ക് കഴിക്കാം. അത് ആരാ ധൈര്യശാലി എന്നറിയാൻ എനിക്കൊരു സമാധാനമില്ല. ധൈര്യശാലിയോ? ഓ, ഞാനേ ഞങ്ങൾ ഇറങ്ങട്ടെ ചാ, അമ്മോട് പറഞ്ഞാൽ മതി. വിഷ്ണുട്ടാ, അത് എടോ തവന്ന് കേറ്, വാ. ഒന്നുമില്ല ചാ, വാ കേറ്. ഞാൻ പോയിട്ട് വരാം. പോയിട്ട് വരാച്ചാ. അച്ഛൻ വിചാരിക്കണ പോലെ ഒന്നുമില്ല. ഏയ് കുഴപ്പമൊന്നുമില്ല അച്ഛാ. കാണണമെന്ന് പറഞ്ഞു, പക്ഷെ എനിക്ക് ആളിനെ അങ്ങോട്ട് മനസ്സിലായില്ല. പക്ഷെ എനിക്കറിയാം, അബൂബക്കർ, നസീറിന്റെ ബാപ്പ. അതെ, നസീറിനെ അറിയോ? നിങ്ങൾ രണ്ടുപേരെക്കാൾ കൂടുതൽ എനിക്കറിയാവുന്നത് നിങ്ങളുടെ ശത്രു വിഷ്ണുവിനെയാണ്. നിങ്ങള്? ഞാൻ ഹൈദ്രോസ്. ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറയുന്ന പോലെ അബൂബക്കറിന്റെ ശത്രുവും എന്റെ ശത്രുവും ഒരാളാകുമ്പോ നമുക്ക് രണ്ടുപേർക്കും കൂടി ആ പൊതുശത്രുവിനെ നേരിടാനായാൽ ബലം കൂടും, ഒപ്പം വിജയസാധ്യത കൂടുകയും ചെയ്യും. തീരുമാനം എടുക്കേണ്ടത് അബൂബക്കറാണ്. എന്റെ ലക്ഷ്യം അവന്റെ മരണമാണ്. എന്റെ മകനെ ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതാക്കിയവന് അതേ നാണയത്തിൽ കൊടുക്കുന്ന തിരിച്ചടി അതേത് രീതിയിലായിരിക്കണമെന്ന ചിന്തയെ ഇപ്പോഴെനിക്കുള്ളൂ. ഏത് രീതിയിൽ ചിന്തിച്ചാലും മരണമെന്ന 3 അക്ഷരത്തിനപ്പുറത്തേക്ക് അവൻ ആയുസ് നീട്ടിക്കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. പറ, ഞാനുണ്ടെന്തിനും. എന്നെ മുറിവേൽപ്പിക്കുമ്പോ അവൻ ചിന്തിച്ചില്ല, പാമ്പിൻ വിഷത്തേക്കാൾ മാരകമാണ് എന്റെ പകയെന്ന്. അതവൻ അറിയണം. അവന്റെ നെഞ്ചിൻ കൂടെ തുളച്ച് നമ്മുടെ രണ്ടിന്റെയും പേരിൽ ഒരു ബുള്ളറ്റ് കയറണം. അതിലവൻ തീരണം. സമ്മതമാണെങ്കിൽ ഞാൻ ആളെ വിളിക്കാം. ആഗ്രഹിച്ച കാര്യം നടപ്പിലാക്കാൻ ഇനിയൊരു സമ്മതത്തിന്റെ കാര്യം എന്തിന്? എന്തിനും ഞാൻ ഒരുക്കമാണ്. ഡാനി, ഇവന്റെ സ്വദേശം എന്ന് പറയുന്നത് നമ്മൾ തീരുമാനിക്കുന്നതാണ്. കാരണം ഇവൻ സർവ്വവ്യാപിയാ. തൂണിലും തുരുമ്പിലും വരെ ഒരു കൊലയാളിയുടെ രൂപത്തിൽ ഇവനെ കാണാം. അതുകൊണ്ട് ഇവൻ എവിടെയാണോ നിൽക്കുന്നത് അതാണ് ഇവന്റെ സ്വദേശം. കഴിവ് കാണിക്കേണ്ടതേ മേനി പറച്ചലിലല്ല, ഏൽപ്പിക്കുന്ന ജോലിയിലാണ്. പണം തരാൻ ഞാൻ തയ്യാറാണ്, പക്ഷേ അതിനനുസരിച്ചുള്ള ജോലി എന്നെ ചെയ്തു കാണിക്കണം. അബൂബക്കറിന് മുന്നിൽ അത്ര ധൈര്യത്തോടെ ഞാനൊരാളെ കൊണ്ടുവരുമ്പോ ഇവന് എന്തെങ്കിലും ഗുണങ്ങളില്ലാതിരിക്കുമോ? മുംബൈയിലെ ജോലി കഴിഞ്ഞ് പ്രതിഫലം വാങ്ങിക്കാൻ കൊച്ചിയിലെ ഒരു മാർവാടിയെ കാണാൻ വന്നതാ ഡാനിയൽ. എന്റെ കയ്യിൽ കിട്ടിയിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ. കൊച്ചിയിലൊരു മാർവാടി അജ്ഞാതന്റെ വെടിയേറ്റു മരിച്ചെന്ന് ചാനൽ വാർത്തയിലുണ്ടായിരുന്നു.
ഏൽപ്പിച്ച് ജോലി ചെയ്തിട്ട് വന്നപ്പോ പ്രതിഫലത്തിലൊരു തർക്കം. പിന്നൊന്നും നോക്കിയില്ല, ഒരേ ഒരു ബുള്ളറ്റില് ആ തർക്കം അങ്ങ് തീർത്തു. ഇനി ഇവനെ കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയണ്ടല്ലോ. ഞാൻ ഓക്കെയാണ്. എനിക്ക് എന്റേതായ ഒരു രീതിയുണ്ട്. സമയവും കാലവും നേരവും ചോദിക്കരുത്. എപ്പോ വേണമെങ്കിലും നിങ്ങൾ പറയുന്ന ആളുടെ നെഞ്ചിൽ ഓട്ട വീടും. അങ്ങനെ ഒരു മരണമല്ല വിഷ്ണുവിന് കിട്ടേണ്ടത്. അവനെ കൊണ്ടുവന്ന് എന്റെ മുന്നിലിട്ടു തരണം. അവനിൽ നിന്നും എനിക്കറിയേണ്ട പല കാര്യങ്ങളും അറിയും ചെയ്യണം. അതിനുശേഷം എന്റെ ഈ കൈകൊണ്ടായിരിക്കണം അവന്റെ മരണം. അപ്പൊ കൊല്ലണ്ട, ഇവിടെ എത്തിച്ചെന്നാ മതിയല്ലേ? അതിനെത്ര പണം വേണമെങ്കിലും നിനക്ക് ആവശ്യപ്പെടാം. കാരണം ഈ പണം ഞാൻ എന്റെ മകന് വേണ്ടി മുടക്കുന്ന കാശാ. എന്റെ മകന് വേണ്ടി ഞാൻ അവസാനമായി മുടക്കുന്ന കാശ്. അതിന് കണക്ക് വെക്കാൻ എനിക്കാവില്ല. പക്ഷെ നിനക്ക് കണക്ക് വെക്കാം. കാരണം ഇത് നിന്റെ ജോലിയാ. ഇതാണ് ആള്. പേര് വിഷ്ണു. വിഷ്ണു.